അധ്യക്ഷ ഡിവിഷൻ പ്രസിഡന്റ് സംഘടന ഡിവിഷൻ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നസീർ, ശ്രീമതി യബന, ശ്രീ നിഷാദ്, ശ്രീ സുരേഷ്, ശ്രീ അനിൽ, കോൺഫെഡറേഷൻ്റെ ഭാരവാഹികളെ, പ്രവർത്തക സുഹൃത്തുക്കളെ, ആദ്യമായി വൈദ്യുത ഡിവിഷൻ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ പറഞ്ഞപ്പോൾ 10 മണിക്ക് പറഞ്ഞ ഒരു സംഭവം ഉച്ചയ്ക്ക് 1 മണിക്ക് കൃത്യം നടത്തുവാൻ നിങ്ങൾ എടുത്ത ആർജവത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ആദ്യം അഭിനന്ദിച്ചു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ്. ഇന്നലെ ഓർഡർ കണ്ടപ്പോഴേ വണ്ടിയിൽ ഇരിക്കുമ്പോഴേ വന്നു, 500 വയസ്സുള്ളൊരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. കേട്ടില്ലേ? പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ നമ്മുടെ ചെയർമാനെ ഇവിടെ ഇരിക്കുന്ന ആരോ കുത്തിത്തിരിപ്പുകാര് ഈ കവിത കേൾപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. അന്വേഷിക്കണമെന്നാണ് ബോർഡ് ഓർഡർ ഇറക്കിയിരിക്കുന്നത്. ഞാനൊരു പ്രസംഗം നടത്തുന്നില്ല, നിങ്ങളോടൊരു കാഷ്വൽ ടോക്കേ നടത്തുന്നുള്ളൂ. അപ്പൊ 65 വയസ്സ് വരെയുള്ളവർ അപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചെയർമാൻ ഈ കവിത കേട്ടപ്പം തോന്നിക്കാണും കേരളത്തിലുള്ളവർക്കൊക്കെ 500 വയസ്സായാലും ശക്തരായിരിക്കും. കാരണം പുള്ളി ഓറീസിയം കണ്ട. മാത്രമല്ല അദ്ദേഹത്തിന് 60 വയസ്സ് വരെ തുടരാം. അപ്പൊ പിന്നെ 65 വയസ്സ് വരെ എന്താണെന്ന കുഴപ്പം? അങ്ങനെ ഇന്നലെ പക്ക ബ്ലെൻഡറായിട്ടുള്ള ഒരു ഓർഡറാണ് ഇറക്കിയിരിക്കുന്നത്. 1991 കാലഘട്ടത്തിൽ 36 ലക്ഷം ഉപഭോക്താക്കളുള്ളപ്പോൾ 30,000 ജീവനക്കാരി സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1,36 ലക്ഷം ഉപഭോക്താക്കളുള്ള ഈ സ്ഥാപനത്തിൽ കേവലം 25,000 ജീവനക്കാർ മാത്രമാണ്. നിങ്ങൾ ജീവനക്കാരെ കുറിച്ചിട്ടാണോ ലാഭമുണ്ടാക്കാൻ പോകുന്നത്? പോസ്റ്റിൽ കയറുവാൻ ചീഫ് എഞ്ചിനീയർ എന്നാൽ പോസ്റ്റിൽ കയറുമോ? 65 വയസ്സുള്ള ആളെന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്തിട്ട് 10 വർഷം അല്ലെങ്കിൽ 9 വർഷം കഴിഞ്ഞു. അവർ ലൈൻമാന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു. അവർക്ക് വയ്യ, നടുവേദനയും കാലുവേദനയൊക്കെ ആയിട്ടിരിക്കുക. പക്ഷെ വീട്ടിൽ ഇരിക്കുന്നവർ പറയും, മനുഷ്യ ദിവസം 750 രൂപ കിട്ടൂലേ, നിങ്ങൾ പോ, നമുക്ക് വെറുതെ കിട്ടുമോ? വീട്ടിൽ ഇരുത്തൂല, പാവപ്പെട്ടവൻ അപ്ലൈ ചെയ്യും. അപ്പൊ ഈ 65 വയസ്സുള്ളെന്ന് പറയുന്ന റിട്ടയർ ചെയ്ത വ്യക്തി വർക്കറായിട്ട് കയറി ലൈൻമാനായിട്ട് ജോലി ചെയ്ത് പോസ്റ്റ് മുഴുവൻ കയറി കാലിൽ തലമ്പും വന്ന് കഷ്ടപ്പാടും കഴിഞ്ഞ് ഓവർസറാകുന്നത് എന്തിനാണ്? അവർക്ക് സൂപ്പർവിഷൻ കൊടുക്കുന്നത് എന്തിനാണ്? കട്ടിയായ ജോലികൾ ചെയ്തു കഴിഞ്ഞ് ശരീരത്തിനൊരു ആയാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓവർസർ പോസ്റ്റ് അങ്ങനെ കൊടുക്കുന്നതിനാണ്. അങ്ങനെ ഓവർസറായിട്ട് വർഷങ്ങളായിട്ട് ഇരുന്ന് റിട്ടയർ ചെയ്ത വ്യക്തി ഇപ്പൊ പോസ്റ്റേക്ക് കയറുമെന്ന് ഏത് ഓഫീസേഴ്സ് അസോസിയേഷൻകാരനാണോ ഈ സംസ്ഥാനത്തില്ലാത്ത പുറത്തുനിന്ന് വന്ന ചെയർമാനെ ഇത് പഠിപ്പിച്ചത്? അങ്ങനെ അത് പറയുന്നതിന് കേട്ട് ഓർഡർ ഇട്ടു. നിങ്ങൾ സംഭവം അറിഞ്ഞോ? മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയിരിക്കുക. പുള്ളി പോയ സമയം നോക്കി നാളെ ഇത് ഇവിടെ ഒരു സമരം വെച്ചിട്ടുണ്ട്. നാളെ അല്ലേ? പുള്ളി പോയ സമയം നോക്കി വെച്ചിരിക്കുക. പുള്ളി ഇരുന്നാൽ ഇവര് സമരം വെച്ച് അവരുടെ ചെവിക്ക് പിടിക്കും. അപ്പൊ പുള്ളി പോയ സമയം നോക്കി ചെയർമാനെ പുറത്താക്കാൻ വേണ്ടി സമരമാണ്. ചെയർമാൻ ശരിയല്ല, ചെയർമാൻ മൊത്തം കുഴപ്പങ്ങളായി എന്ന് തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനെ 1-2 കാര്യം നല്ലത് ചെയ്തിട്ടുണ്ട്. നല്ലത് ചെയ്തെന്ന് പറയണം. ചെയർമാൻ നല്ലത് ചെയ്തത് നല്ലതെന്ന് നമ്മൾ പറയും. പക്ഷെ മെജോറിറ്റി കാര്യങ്ങൾ കുഴപ്പമാണ്. അപ്പൊ ഇപ്പൊ ഇവരെല്ലാം കൂടെ ഒത്തോണ്ട് മന്ത്രിയായിട്ട് ഒത്തു കളിക്കുക. നാളെ സമരം ചെയ്യാം. ചെയർമാനെ മാറ്റുന്നതിന് ഇവർ സമരം ചെയ്താൽ ഞങ്ങൾ കൂടെ ഉണ്ട്. കാരണം ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കണം. അപ്പൊ 65 വയസ്സുള്ളവരെ ലൈൻമാന്റെ പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന പറയുന്നത്. ഈ നാട്ടിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. ഇത് ഉമ്മാന്റെ ഒരു കുടുംബ സ്വത്താണോ? അച്ഛ, അപ്പ, പാപ്പ കണ്ടുപോകാനല്ലോ. ഇത് നാട്ടിലെ ജനങ്ങളുടെ സ്വത്താണ്. ചില ഡയറക്ടർമാർ നീട്ടി പറയുന്നില്ല. അവൻ ഇപ്പോൾ ജീവനക്കാരുടെ കുറവാണ്. അങ്ങനെ ജീവനക്കാരുടെ കുറവുള്ള സ്ഥാപനത്തിൽ ചെയ്യാനുള്ള എന്താണ് സൊല്യൂഷൻ? അത് ആദ്യം പറഞ്ഞേക്കാം. ഈ അവസാനം സമയം കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. നിലവിലുള്ള ഇലക്ട്രിസിറ്റി വർക്കേഴ്സിന് പ്രൊമോഷൻ കൊടുക്കണം. വർക്കറായിട്ട് കോൺട്രാക്ട് വർക്കർ ലിസ്റ്റിൽ ആൾ കിടപ്പുണ്ട്, കൊടുക്കണം. അതിനുശേഷം വരുന്ന ഒഴിവുകൾ PSC റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്ത് കിട്ടാൻ താമസം വരുന്നതുവരെ എന്ത് ചെയ്യണം? എംപ്ലോയ്മെന്റിൽ നിന്നും പുതിയ CA അനുസരിച്ച് ആളെ ഇറക്കാൻ പറ്റൂ. അത് ചെയ്യുന്നതിന് പകരം ബന്ധു നിയമനം നടത്താൻ, അതാണ് കോൺട്രാക്ട് ജോലി ചെയ്യുന്നവരൊക്കെ എടുക്കുന്നു പറയുന്നത്, ബന്ധുക്കളെ നിയമിക്കാൻ, അതുപോലെ റിട്ടയർ ചെയ്തവരെ നിയമിക്കാൻ. അവർക്ക് 750 രൂപ ബംഗാളിക്കുള്ള ആയിരം കൊടുക്കുന്നു. രാവിലെ വൈകുന്നേരം പോസ്റ്റേക്ക് ഇറങ്ങുമ്പോൾ 750 കോൺട്രാക്ട് ആണെങ്കിൽ തെറ്റല്ലേ? ഞാൻ ഇവിടുത്തെ 53കാരോട് ചോദിക്കുക, നമ്മളും നിങ്ങളും ഒക്കെ ഒരുമിച്ച് എല്ലാ വർഷവും ഒരു സമരം ചെയ്യണം. ഓൾ ഇന്ത്യ തലത്തിൽ CITU, AITU, CIUs ഒരുമിച്ച് ഒരു സമരം ചെയ്യും. ആ സമരം ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരേ ജോലി ചെയ്യുന്നവർക്ക് തുല്യ ശമ്പളം കൊടുക്കണമെന്ന്. ഇത് 750 രൂപയ്ക്ക് ചെയ്യിക്കുന്ന തൊഴിൽ ചൂഷണമല്ലേ? സഖാവേ, നിങ്ങളുടെ കമ്മ്യൂണിസത്തിന്റെ മാനിഫെസ്റ്റോയിൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ ലാഭം ഉണ്ടാക്കണ്ട. ഇവിടെ ലാഭം 4 രൂപ 29 പൈസയുടെ വൈദ്യുതി വേണ്ടെന്ന് വെച്ചിട്ട് 8 രൂപ 69 പൈസ 10 രൂപ 12 പൈസക്ക് വാങ്ങി കോടികൾ നഷ്ടം. അപ്പൊ ഇവിടെ സബ് എഞ്ചിനീയേഴ്സ് ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടല്ലോ സബ് എഞ്ചിനീയേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ CID തന്നിട്ടില്ലേ? അപ്പൊ CID തന്നത് എടുത്തില്ലേ പ്രശ്നമല്ലോ? നിങ്ങൾക്ക് തന്ന CID എടുത്തില്ലേ എന്താ പ്രശ്നം? എടുക്കണോ? എടുത്തില്ല എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ. അപ്പൊ ഞാൻ ബോർഡിലെ വലിയൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചു. ആ ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിന്റെ അവസ്ഥ ഞാൻ കുറെ കാലമായിട്ട് എന്റെ മനസ്സിൽ കൊണ്ടുനടക്കണം. ഏതായാലും ഞാൻ ഇവിടെ വെച്ച് നിങ്ങളെ കാണിക്കുക. എന്റെ മനസ്സിൽ കൂടി ഇരുന്ന എനിക്ക് BPS ഇല്ല, പക്ഷേ BP വരും. 944600 8002 എന്നാണ് നമ്പർ. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇനി പരിശോധിക്കാൻ ഏത് ഡോക്ടർ എടുത്താ പോകുന്നത്? ഇത് നമ്മുടെ CMDയുടെ നമ്പറാണ് കേട്ടോ, പേടിക്കണ്ട. മന്ത്രിയുടെ നമ്പറാണ് 944600 8001. CMDയുടെ നമ്പറാണ് 8002. ഇതാണ് നമ്മുടെ ബോർഡിന്റെ അവസ്ഥ. ഇത്രയും ഒരു 6 മാസം മുമ്പ് വരെ ഈ നമ്പർ വിളിക്കുമ്പോൾ കാണുന്ന പേരെന്താണെന്നറിയാവോ? ബിന്ദു. സുഖം ഒരു ബിന്ദു എന്ന് പറയുന്ന പാട്ട്. ആ ബിന്ദു അല്ല, ഇത് ഒരു ബിന്ദു എന്നാണ് കാണുന്നത്. പഴയ ചെയർമാന്റെ ഭാര്യയുടെ പേരാണ് പുള്ളി ഇട്ടത്. ഞാനിത് 1-2 ഓഫീസർമാരോട് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ബിന്ദുവിനെ മാറ്റിയിട്ട് KSEB ചെയർമാൻ ആക്കിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ആക്കി. കാരണം നിങ്ങൾക്കിത് കാണാൻ പറ്റത്തില്ല. കാര്യം എന്നാണ്, നിങ്ങളിത് ഡയൽ ചെയ്ത് പുള്ളിയെങ്ങാനും എടുത്താൽ പിന്നെ നിങ്ങളുടെ പണി പോയില്ല. അതുകൊണ്ട് നിങ്ങൾ ഡയൽ ചെയ്യൂല. പുള്ളിയെ കിട്ടാൻ വിളിക്കുന്ന ഞങ്ങളെ കാണൂ. ഇപ്പൊ കണ്ടില്ല, എടുക്കൂല. അപ്പം പിന്നെ സസ്പെൻഡ് ചെയ്യുമോ? നിങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞു. ഇതാണ് ബോർഡിന്റെ അവസ്ഥ. പോട്ടെ, കാര്യത്തിലേക്ക് പോട്ടെ. അപ്പൊ ബോർഡിന്റെ അവസ്ഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോൺട്രാക്റ്റിൽ ആളെ എടുത്തോണ്ടിരിക്കുകയാണ്. ബോർഡിൽ മറ്റൊരു സംഭവം ഉണ്ടായിടെ, അത് പിന്നാമ്പുറ സംസാരമാണ്. 5 മിനിറ്റും കൂടെ ഉള്ളൂ. പിന്നാമ്പുറ സംസാരമാണ്. എന്തായാലും വരെ ഉണ്ടല്ലേ. ബോർഡിലെ ഒരു ഡയറക്ടർ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥന് അപേക്ഷ കൊടുത്തെന്നും അപേക്ഷ നിരസിച്ചെന്നും പുള്ളിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ കേൾക്കുന്നു. നേരാണെന്ന് അറിയത്തില്ല. അത് സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ബോർഡ് കുത്തരിഞ്ഞ് പൊക്കോണ്ടിരിക്കുക. പുരപ്പുറത്ത് കൊണ്ടുപോയി സോളാർ വെച്ചു. റെഗുലേറ്ററി കമ്മീഷന് ഹിയറിംഗ് വന്നു. ഹിയറിംഗ് വന്നപ്പോ ബോർഡിന് വേണ്ടി പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് കമ്പനിക്കാരെല്ലാം കൂടെ എന്നെ അടിക്കാൻ വന്നു. ബോർഡ് നമുക്ക് വേണ്ടി പറയാൻ വന്ന സാറന്മാര് അത് കേട്ടപ്പം പേടിച്ച് മിണ്ടാതിരുന്നു. അടിക്കാൻ വന്നവനോട് അടിച്ചോളാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ ബോർഡിന്റെ സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം നെറ്റ് മീറ്ററിംഗ് ആണ്. നെറ്റ് മീറ്ററിംഗ് കൊടുത്തിട്ടും പിന്നെയും ബില്ല് വന്നിട്ട് ഒരു IPS-കാരിയുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഉണ്ടാക്കുന്നതാണ്. നെറ്റ് മീറ്ററിംഗ് കൊടുത്തു. നെറ്റ് മീറ്ററിംഗ് അല്ലായിരുന്നെങ്കിൽ ഇവരിപ്പോ അടച്ചതിന്റെ 3 ഇരട്ടി അടയ്ക്കണം. ആ നെറ്റ് മീറ്ററിംഗ് കൊടുത്തത് ആരാന്നറിയാവോ? ബോർഡിലെ ഇവിടുത്തെ സാറന്മാരിൽ നിന്ന് തയ്യാറാക്കിയതാണ്. സെൻട്രൽ റെഗുലേഷന് വിരുദ്ധമായിട്ടാണ് ഇവർ തയ്യാറാക്കിയത്. മറ്റ് സ്റ്റേറ്റിലൊന്നും അങ്ങനല്ല. അത് മന്ത്രി പറഞ്ഞല്ലോ. മറ്റ് സ്റ്റേറ്റിലൊന്നും അങ്ങനല്ല. മന്ത്രി പറയുന്നതിനപ്പുറം നമുക്കില്ല കേട്ടോ. അദ്ദേഹം സീനിയറാണ്, പ്രായമുള്ള ആളാണ്, മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റ് സ്റ്റേറ്റിലൊന്നും ഇല്ല, പക്ഷെ ഞങ്ങൾ ഇവിടെ നെറ്റ് മീറ്ററിംഗ് തുടരൂ.
അത് കൂടുതൽ പറയാൻ സമയമില്ല. അപ്പൊ നെറ്റ് മീറ്ററിംഗ് നടപ്പാറാക്കിയത് വഴി ഒരു മാസം 40 കോടി രൂപ നഷ്ടം. കൂടിയ വിലയ്ക്ക് കറണ്ട് മേടിച്ചത് വഴി പൈസ നഷ്ടം. പിന്നെ ഇവിടെ പർച്ചേസ് അത് സെൻട്രലൈസ് ആക്കി ചെയർമാൻ. അദ്ദേഹം ചെയ്ത് നല്ല കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് പറഞ്ഞത്, നല്ല കാര്യമാണ്, നല്ലതെന്ന് പറയും. പക്ഷെ അത് നടപ്പിലാക്കിയെങ്കിൽ അങ്ങനെ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു സംവിധാനം അദ്ദേഹം ഒരുക്കണമായിരുന്നു. ലോക്കൽ പർച്ചേസ് വഴി ലഭിക്കുന്ന സാധനങ്ങൾ സെക്ഷൻ ഓഫീസിൽ ലഭിക്കുന്നില്ല. അതാണ് വലിയൊരു വിഷയം. അതുകൊണ്ട് അത് ലഭിക്കുന്നത് വരെ നിലവിലെ സംവിധാനം തുടർന്ന് ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകണം. സെക്ഷൻ ഓഫീസിൽ ജോലി ചെയ്യണമെങ്കിൽ മെറ്റീരിയൽസ് കിട്ടണം. പിന്നെ ചെയർമാൻ ചെയ്ത നല്ലൊരു കാര്യമുണ്ട്, സോഫ്റ്റ്വെയർ പുറത്തു കൊടുത്തു. ഇവിടെ അകത്ത് വെച്ചോണ്ട് സഹാക്കൾ ചില പ്രോഗ്രാം ചെയ്ത് എന്തെല്ലാം പരിപാടിയാണ് ഹാക്കിംഗ് ഒക്കെ നടത്തി ചെയ്തത്. പുറത്തു കൊടുത്തു നല്ലതാണ്. പക്ഷെ ഇപ്പൊ അത് കുളമായി. അത് കുളവാക്കിയതല്ല, ചെയർമാന് ചങ്കൂറ്റവും തന്റെ ഇടം ഉണ്ടെങ്കിൽ അത് കുളവാക്കിയവർക്കെതിരെ നടപടി എടുക്കണം. പക്ഷെ മുട്ടുകാലിരിക്കും. ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ബോർഡ് മീറ്റിംഗിനകത്ത് കയറി ഒച്ച വെച്ചവനെ വെറുതെ വിട്ടു. ബോർഡ് മീറ്റിംഗിനകത്ത് കയറി കസേരയിൽ അടിച്ചവനെ കുറ്റക്കാരല്ല. അറ്റൻഡൻസിന്റെ അകത്ത് CL ഇട്ട്, അതറിഞ്ഞായിരുന്നു നിങ്ങൾ? EBBC ഫയലുണ്ട്, നോക്കിയാൽ മതി. അറ്റൻഡൻസിന്റെ അകത്ത് CL ഇടും. അപ്പൊ ഡിവിഷനിലേക്ക് പോകുമ്പോൾ എന്ത് പോകും? CL കിടക്കും, ലിസ്റ്റ് കോപ്പി. അത് കഴിയുമ്പോൾ ആ സിയുടെ നടുക്കെന്തിടും? ഒരു വെട്ടിടും. അപ്പൊ എന്താവും? EL ആവും. അപ്പം ഡിവിഷന് പോയി കഴിഞ്ഞുകൊണ്ട് ആ മാസത്തിൽ പിന്നെ EL ആയിട്ട് അക്കൗണ്ട് സർവീസ് ബുക്ക് കുറയുമോ? ഇല്ല. പുള്ളിയുടെ അപ്പൊ CL പോവോ? സെക്ഷൻ ഓഫീസ് നോക്കുമ്പോൾ CL പോകത്തില്ല, ഡിവിഷൻ ഓഫീസ് നോക്കുമ്പോൾ EL പോകത്തില്ല. അങ്ങനെ ഒരു വ്യക്തി ചെയ്തു വയനാട്ടില്ല. പുള്ളിക്ക് കൊടുത്ത ശിക്ഷ താക്കീത്. സ്റ്റാമ്പ് കുറച്ച് വിറ്റോന് കൊടുത്ത ശിക്ഷ താക്കീത്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ നിങ്ങൾ ഇടതുപക്ഷ സംഘടന അംഗങ്ങളായിരിക്കും ആണെങ്കിൽ താക്കീതേ തീരും എല്ലാ പ്രശ്നവും. ബോർഡ് റൂമിൽ കയറിയവനും താക്കീത്. അപ്പൊ ഇവിടെ തോന്നിവാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ സംഘടനയിൽ ചേർന്നാൽ മതി. പക്ഷെ ഇപ്പൊ അവര് മെട്ടിലായിരിക്കുകയാണ്. അപ്പൊ ചെയർമാൻ ചെയ്യുന്ന ഈ മെറ്റീരിയൽ പർച്ചേസിന്റെ കാര്യത്തിൽ സെൻട്രലൈസ് പർച്ചേസ് നല്ല രീതിയിൽ നടപ്പിലാക്കണം. പക്ഷെ അതുവരെ ലോക്കൽ പർച്ചേസിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അത് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടാവും. പുരപ്പര സോളാർ കൊണ്ടേ വെച്ചു, കോടികളുടെ നഷ്ടമുണ്ടായി. കമ്പനിക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. EV ചാർജിംഗ് സ്റ്റേഷൻ പോൾ മൗണ്ട് മറ്റേ പോസ്റ്റേൽ വെച്ചിട്ടുണ്ട് ചാർജ് ചെയ്യാൻ. ആ പോൾ മൗണ്ടില് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരാള്, മെയിൻ്റനൻസ് വേറൊരാള്, പൈസ വേറെ തന്നെ. ഞാനിത് 6 മാസം മുമ്പേ പറയുന്നതാ. ആണോ? നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, ഇത് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ പത്രത്തിൽ എന്ത് വന്നാലും നമ്മൾ കൊടുത്താന്ന് പറഞ്ഞു. ഇത് ഞാൻ കൊടുത്തതല്ല സത്യത്തിൽ. ഇന്നത്തെ പത്രത്തിൽ വാർത്ത ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. പോൾ മൗണ്ടിങ്ങിൽ വരുന്ന പൈസ വേറെ വഴിക്ക് പോകുന്നു എന്ന് ആലോചിക്കും. എന്നിട്ടാണ് സെക്ഷൻ ഓഫീസിൽ എന്താണ് OTS അല്ലേ, വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ് ജീവനക്കാരെ മുഴുവൻ കഷ്ടപ്പെടുത്തും. അപ്പൊ വേറെയിരിക്കുന്നവർ മൊത്തം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിവരദോഷികൾ തന്നെ. ഞാനിത് പറഞ്ഞാൽ ഒരു കേസ് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തു, തർക്കമൊന്നുമില്ല. ചെയർമാന്റെ മുറി കയറാൻ പറ്റത്തില്ല ഡയറക്ടേഴ്സ്. ചെയർമാനെ ജീവഞ്ചർക്ക് അറിയത്തില്ല, ജീവഞ്ചർ ചെയർമാൻ അറിയത്തില്ല. മന്ത്രി വിളിച്ചാൽ ജീവഞ്ചർ പോകില്ല, ചെയർമാൻ പോകില്ല. എന്താ മൊത്തം അലസ് പലസ് കൊടുക്കും. KCBക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ചെയർമാനെ വിളിച്ചാൽ കിട്ടത്തില്ല. ഡയറക്ടേഴ്സിനോട് വിളിച്ചാൽ പാവപ്പെട്ടവന്മാർക്ക് അധികാരമില്ല. ചെയർമാൻ വഴക്ക് പറയും. അങ്ങനെ വണ്ടി ഉപയോഗിച്ച ഒരാളുണ്ട്, ഇവിടുത്തെ ഒരു ഓഫീസർ. വണ്ടി ബോർഡിന്റെ വണ്ടി ദുരുപയോഗം ചെയ്തു. 6 ലക്ഷം രൂപ ഫൈൻ വന്നു. അത് പുള്ളി അടയ്ക്കേണ്ടെന്നൊക്കെ ഓർഡർ ഇറക്കി. അത് ഇവരും ചെയർമാനുമായിട്ട് ടേംസിൽ ഇരിക്കുമ്പോൾ ഇറക്കിയതാണ്. അപ്പൊ പലതും ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവർ പിണങ്ങാൻ തുടങ്ങും. പിണങ്ങി കഴിയുമ്പോൾ പിന്നെ അവരൊന്നും ചെയ്യൂല. മുൻ ചെയർമാൻ അദ്ദേഹം കുറെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മൾ അംഗീകരിക്കും. അദ്ദേഹം മോശം ചെയ്തത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. വൈദ്യുതി ഇല്ലാത്തവനാ സ്മാർട്ട് മീറ്ററിന്റെ പുറകെ പോകുന്നു. സ്മാർട്ട് മീറ്റർ വേണമെന്ന് പറയുന്നു ഒരു വിഭാഗം ആൾക്കാർ. ആദ്യം നിങ്ങൾ ലൈനിന്റെ കപ്പാസിറ്റി കൂട്ട്, ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി കൂട്ട്, ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്ക്, വൈദ്യുതി പുറത്തുനിന്നെടുക്ക്. അത് ചെയ്യേണ്ടതിന് പകരം അതൊന്നും ചെയ്യാതെ KCBയെ ഒരു കറവപ്പശു ആക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഷഷ്ടി പൂർത്തിയായവരെ അവർക്ക് സപ്തം അല്ലെ നവമി ഒക്കെ ആഘോഷിക്കേണ്ടതാണ്. അതിനൊരു അവസരം കൊടുക്കണമെന്ന് വിനീതമായ ഒരു അപേക്ഷ
ബഹുമാനപ്പെട്ട ചെയർമാനോടുണ്ട്. കാരണം ആ ഓർഡർ ഒപ്പിട്ടിരിക്കുന്നത് അദ്ദേഹമാണ്. ഇത് കണ്ടോ, ഇംഗ്ലീഷിലായി ഓർഡർ അടിച്ചേക്കുന്നത്. ഭരണഭാഷ മലയാള ഭാഷ എന്നും പറഞ്ഞ് ലക്ഷങ്ങൾ ചെലവാക്കിയവര് ഈ ഓർഡർ അടിച്ചിരിക്കുന്ന ഇംഗ്ലീഷ്. ഇതുവരെയും ബോധമായില്ലേ? ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ മറ്റൊരു വാർത്തയുണ്ടോ? പെൻഷൻകാർക്ക് 4 തവണയായിട്ട് പൈസ കൊടുക്കുന്നു. പെൻഷൻകാർക്ക്, നമുക്കല്ല, കേരള സർക്കാരിന്. ഇത് ആദ്യം തുടങ്ങിയത് ഇവിടെ തുടങ്ങി, അറിഞ്ഞില്ലേ? പണ്ട് FI പറഞ്ഞത് 4 പ്രാവശ്യമായിട്ട് കൊടുക്കും, നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നൊക്കെ KSEBയിൽ ഒരു ഓർഡർ വരാൻ തുടങ്ങി. നമ്മൾ കയറി എതിർത്തോണ്ടാണ് നിർത്തിയത്. FIയോട് ആരാണ് പറഞ്ഞത്? അല്ല, CPO പറഞ്ഞത്. CPOയോട് ചോദിച്ചാൽ മതി. ഈ വിവരം CPOയുടെ ആര് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ എല്ലാ സംഭവവും കഴിയും. അപ്പൊ നാളെ ഇവിടെ സമരം വെച്ചിരിക്കുക ഒരു കൂട്ടം. എന്തോത്തിനാ സമരം? ഇതിനല്ല, ഇതിനെതിരെയല്ല കേട്ടോ. അവര് സമരം ചെയ്യുന്നത് കോൺട്രാക്ട് വർക്കേഴ്സിനെയും കൂട്ടിയിട്ടുണ്ട്. അവർക്കും എതിരെയാ. കോൺട്രാക്ട് വർക്കേഴ്സിൽ ടെസ്റ്റ് പാസ്സായവരെ ജോലിക്കെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റും ബോർഡും ഇടതുപക്ഷ യൂണിയനും അത് ചെയ്യാതെ അവർ സമരം ചെയ്യാൻ അവരെ പാവപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് വരിക. CITUവിന് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ളൊരു കെൽപ്പില്ല. നിങ്ങൾക്ക് സമരം ചെയ്യാനില്ല. ഇവിടെ വൈദ്യുത ഡിവിഷൻ കമ്പനിക്കാർ ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നു. CITUവിന് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന തൊഴിലാളി വിരുദ്ധ ഓഫീസർമാരെയും കൂട്ടിയാണ് സമരം ചെയ്യുന്നത്. തൊഴിലാളികൾക്കുള്ള എതിരെയുള്ള ഏത് ഉത്തരവും, പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഉത്തരവ് കൊണ്ടുവരുന്നത് അവരാണ്. ഇപ്പൊ പറ്റിയത് എന്നാന്ന് ചോദിച്ചാൽ, ഇവർ സമരം ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ? ഈ പ്രോഗ്രാം അത് പുറത്തു കൊടുത്തു. അപ്പൊ ഇവരിത് കൊളവാക്കിയപ്പോൾ നമ്മളത് പറഞ്ഞു, അത് ടെസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ചോദിച്ചോട്ടെ, BSSന്ന് സാറ്റലൈറ്റ് വിടുന്ന ഇവിടുത്തെ ഇരിക്കുന്ന MIC ഇരിക്കുന്ന സാറന്മാർ പോയിട്ടൊന്നും അല്ലല്ലോ, ആണോ? ഈ രാജ്യത്തുള്ള മുഴുവൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് നമ്മളാണോ? അല്ലല്ലോ. റെയിൽവേയുടെ സോഫ്റ്റ്വെയർ, BSNL സോഫ്റ്റ്വെയർ, എല്ലാ മേഖലയിലും സോഫ്റ്റ്വെയറിന്റെ ഒരു കൂമ്പാരമാണ് ടെക്നോ പാർക്കിൽ പോയാൽ. ഇവിടുത്തെ സോഫ്റ്റ്വെയർ ആണ് ഇത് ഭയങ്കര ഗംഭീരമാണെന്നും അത് ഹൈഡ്രജൻ വളർക്കുന്നതിന് തുല്യമാണെന്നൊക്കെ ഇത് ആരോടാ പറയുന്നത്? അപ്പൊ ഇവര് കൊളവാക്കുന്നത് ആ സോഫ്റ്റ്വെയർ. ഒരു കാര്യം തുറന്നു പറയാം, ഞാൻ ആ സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് ഇനി ഒന്ന് ബന്ധപ്പെടാൻ പോവാം. അത് കൊളവാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് നമ്മളത് പുറത്ത് കൊണ്ടുവരും. കാരണം സോഫ്റ്റ്വെയർ ചെയ്യാൻ ഒരു പ്രൊഫഷണൽ കമ്പനിക്ക് അറിയത്തില്ല, പിന്നെ അവരെ പണി നിർത്തിപ്പോണം. അപ്പൊ സോഫ്റ്റ്വെയർ കൊളവാക്കി, അപ്പൊ ഇവരുടെ കയ്യിലേക്ക് ഇനി അത് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നാളത്തെ സമരം. DA കൊടുക്കാൻ പറഞ്ഞപ്പോൾ ബോർഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ബോർഡിനെതിരെ പറയാത്തവർ ഇപ്പൊ ബോർഡ് വെച്ചിരിക്കുക. DA വേണം. DAക്കെതിരെ കോടതി വന്നപ്പോൾ ബോർഡിനെ കൊണ്ട് നമുക്കെതിരെ പറയിപ്പിച്ചു. സമരം വേണം, അവർക്ക് സമരത്തിനൊക്കെ നമ്മൾ പിന്തുണയാണ്, സമരമൊക്കെ ചെയ്തോട്ടെ. അപ്പൊ ഇവിടെ ഈ 60ഉം 65ഉം വയസ്സാവരെ ഒന്നും എടുക്കണ്ട. ഈ നാട്ടിൽ തൊഴിലില്ലാത്ത കുറെ ചെറുപ്പക്കാരുണ്ട്, അവർക്ക് തൊഴിൽ കിട്ടണം. അതുകൊണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കല്ലേ, 25 years തുല്യവേദിക്ക് തുല്യവേതനം എന്ന് പറഞ്ഞവര് 2 എഴുതിയിട്ടുണ്ട്. ആ ഓർഡർ വായിച്ചോ? ഒരേ സെന്റൻസ് തന്നെ പിന്നെയും 2ാമതൊരിടത്തോടെ പറഞ്ഞിരിക്കുക. തെറ്റിപ്പോയതായിരിക്കും, വെറുതെ ഇറക്കിയതാ. അപ്പൊ നാളെ തൊട്ട് തകൃതിയായിട്ട് ബന്ധു നിയമനം നടക്കും. അതുകൊണ്ട് സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ നമ്മൾ ഇന്നിപ്പോ ഇവിടെ സമരത്തിന്റെ തുടക്കമാണ്. ശനിയാഴ്ച കേരളത്തിലുള്ള എല്ലാ ഡിവിഷൻ ഓഫീസുകളിലും പ്രതിഷേധ ദിനം, കരിദിനമാണ്. കരിദിനമായതുകൊണ്ടാണ് ഞാൻ മൊത്തം കറുപ്പായിട്ട് വന്നത്. ശനിയാഴ്ച നമ്മുടെ ആൾക്കാരെല്ലാം മൊത്തം കറുപ്പിലായിരിക്കും. കരിദിനം തന്നെ, ഇത് ബോർഡിന്റെ കരിദിനമാണ്. ബോർഡിനെ നശിപ്പിച്ച് പരുവത്തിലാക്കി. പെൻഷൻ ട്രസ്റ്റിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തില്ല. ജീവനക്കാരുടെ DA എത്ര ഇപ്പം പെൻഡിങ്? മറന്നുപോയി, എല്ലാം എഴുതി വെച്ചോണ്ടിരുന്നത്. 5 പെൻഡിങ്, 6 ഇപ്പൊ 6 ഇടയ്ക്ക് കോടതി കൊടുത്തോണ്ടിരുന്നപ്പോൾ എല്ലാം പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പം പിന്നെ ഇനിയിപ്പം വെക്കേഷൻ കോടതി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കോടതിയിലേക്ക് പോകുന്നുള്ളൂ. 6 പെൻഡിങ് ആയി. ലീവ് സറണ്ടർ പറയുന്ന അടുത്ത സർക്കാർ കൊടുക്കുമെന്നാണ്. ലീവ് സറണ്ടർ കൊടുക്കത്തില്ല, ജീവനക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ ഇവര് ഹോട്ടലിൽ പോയി താമസിക്കുന്ന ബില്ലുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കൂ. പുരപ്പുറ സോളാർ വഴി കമ്പനികൾക്ക് കിട്ടിയ കമ്മീഷൻ ഒന്ന് എടുത്തു നോക്കിക്കൂ. അപ്പം ഇതിനെല്ലാം എതിരെ ശക്തമായ സമരത്തിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. ശനിയാഴ്ച നമ്മൾ എല്ലാ ഡിവിഷനിലും നടത്തും. ഇവിടെ സമരത്തിന് എല്ലാ ജീവനക്കാരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ഇവിടെ വൈദ്യുതി ഭവൻ നടത്തിയ കരിദിനം, ഈ പ്രതിഷേധ ദിനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനില്ല, കാരണം ഇവിടുത്തെ സാധനങ്ങളുടെ കെട്ടുകൾ മുഴുവൻ
ഇവിടുത്തെ മാർക്സിസ്റ്റ് യൂണിയനിൽ പെട്ടവർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ സ്വന്തം പല്ലിനട കുത്തരുതെന്ന് പറയില്ലേ, നമ്മുടെ സ്ഥാപനമായിട്ട് പരിധി വിട്ട് പറയാൻ പാടില്ല. എന്നാലും നമ്മൾ ചിലപ്പോൾ പണിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് റൈറ്റൊക്കെ ഉണ്ട്. 10 മിനിറ്റ് പേരിൽ ആരും ചൊറിയാനൊന്നുമില്ല. എന്നാലും നമുക്കൊരു മാന്യത നമ്മുടെ സംസ്കാരം വെച്ച് നിർത്തിയെന്നേ ഉള്ളൂ കേട്ടോ. പേടിക്കണ്ട, എന്താ പറഞ്ഞു അതിനുള്ള സമയമൊക്കെ എടുത്തു. ആരെങ്കിലും ചെയ്താൽ ഞാൻ ഏറ്റു.